ഹായ് ഗായ്സ്, എല്ലാവർക്കും ജർമ്മൻ മാബിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കാണിക്കുന്നത് പാർക്ക്ഷൈബ് അല്ലെങ്കിൽ പാർക്ക്ഷൈൻ എന്താണെന്നാണ് കേട്ടോ. ഇതൊരു വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈമറാണ്. നമുക്കിവിടെ ജർമ്മനിയിൽ ഇഷ്ടമുള്ളിടത്തൊന്നും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടപ്പേന്നായിരിക്കും ഫൈൻ വരുന്നത്. അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ടാവും, ചില സ്ഥലത്ത് 2-3 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആയിരിക്കാം. അപ്പൊ ഈ ടൈമിംഗ്, അതായത് 2-3 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ഉള്ളിടത്ത് ഉപയോഗിക്കാനുള്ള ഒരു സംഭവമാണ് ഇത് പാർക്ക്ഷൈൻ. അപ്പൊ ഇതിനകത്ത് മുഴുവൻ ടൈമാണ്, 1 തൊട്ട് 12 വരെയുള്ള ടൈമിംഗ് ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം 2 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നെ മിഡ് ബെവോണർ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ താമസിക്കുന്ന റെസിഡൻസിന് ഫ്രീ ആണ്. അപ്പൊ ഞാനൊരു ഔട്ട്സൈഡർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ സാധനം മേടിക്കാൻ വന്നുകൊണ്ട് എനിക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പാർക്ക് ചെയ്യുന്നു. അപ്പൊ 2 മണിക്കൂർ എനിക്ക് ഫ്രീ പാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വന്ന് 2 മണിക്കൂറാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ ചെക്കിങ്ങിന് വരുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഇവിടെ 12:30 അപ്പൊ ഞാന് ഇത് കണ്ടോ, 12:30 എന്ന് പറയുമ്പോ 12നും 1ന്റെയും ഇടയ്ക്ക് ടൈം ചെക്ക് കറക്റ്റ് ആയിട്ട് അത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡില് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മള് നമ്മുടെ ഷോപ്പിങ്ങിന് പോകുന്നു. പക്ഷെ കൃത്യസമയമാകുമ്പോ തന്നെ നമ്മൾ വന്ന് വണ്ടി എടുത്തോണ്ട് പോകണം. ഇപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് വണ്ടി എടുത്തോണ്ട് പോയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പേപ്പർ കിട്ടും. ഇത് അതിനു വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ തെറ്റായ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടൈം ഔട്ട് കഴിഞ്ഞിട്ടും നമ്മൾ വണ്ടി എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിലും ഇതുപോലൊരു കുറിപ്പ് കിട്ടും. ഈ സംഭവം അവര് ഇങ്ങനെ മടക്കി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ വെച്ചിട്ട് പോകട്ടോ. അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്നത് നിങ്ങൾ വണ്ടി ശരിയായ രീതിയിലല്ല പാർക്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുറകിൽ നിന്ന് നിങ്ങൾക്കൊരു ഫൈൻ അടയ്ക്കാനുള്ള പേപ്പർ വരും എന്ന് പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ, ഒരു കുറിപ്പ് അവർ തന്നിട്ട് നമുക്ക് പോകും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലൊരു പേപ്പർ നമ്മുടെ വീട്ടിൽ വരും. സോ ഈ പേപ്പറിനകത്ത് അവരെഴുതിയിട്ടുണ്ടാവും, നമ്മുടെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിയുടെ പേരും സമയവും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഒന്നുകിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തെറ്റായിട്ടാണെന്നായിരിക്കും അതിനകത്ത് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈം ഔട്ട് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് തെറ്റായ രീതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. നമുക്കിതിനെ തർക്കിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് 25 യൂറോ ആണ് എനിക്ക് ഫൈൻ വന്നേക്കുന്നത്. ഇപ്പൊ എനിക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റില്ല, ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തർക്കിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ നമുക്ക് അതിന്റെ റീസൺ എഴുതാം. ഇപ്പം എന്താണ് മെയിൻ ഒരു ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ റീസൺ എഴുതി നമുക്ക് ഈ തന്ന സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാം. പക്ഷെ മിക്കവാറും ആരും അങ്ങനെ അങ്ങ് ചെയ്യാറില്ല. അവ നമുക്ക് കിട്ടുന്ന ഫൈൻ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയത്തില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ, ചൂസ്.